അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഈ ഇടയ്ക്ക് ഞാൻ ലക്ഷദ്വീപിലേക്കൊരു യാത്ര ചെയ്യുകയുണ്ടായി. ആ യാത്രയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവം നിങ്ങളോട് പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലായിട്ടുള്ള, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് സജീവമായ ഒരു യാത്രികയാണ് നാജി നൗഷാദ്, അഥവാ നാജി നൗഷാദ് സോളോ മം ട്രാവലർ എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. ഒരു സ്ത്രീ ഒറ്റക്ക് ഒരു താർ വണ്ടി എടുത്തുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുക. എത്ര രാജ്യങ്ങൾ എന്നുള്ളത് കൃത്യമായ എണ്ണം എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവർ വണ്ടി എടുത്തുകൊണ്ട് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ച് അവിടുത്തെ അനുഭവങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ് അവരുടേത്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ഇവർ അറിയുന്നുണ്ടാവാം. അപ്പോൾ ഈ സ്ത്രീയെ ഞാൻ ലക്ഷദ്വീപിൽ വെച്ച് പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ ലക്ഷദ്വീപിൽ വെച്ച് നമ്മൾ ഇപ്പോൾ ഒരുപാട് യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല അനുഭവങ്ങളും നമുക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്ത്രീ കുറച്ചു നേരം അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന രീതി എന്താണ്, ശരിയാണോ, അവരുടെ മറ്റു പല ഇസ്ലാമിക മാനദണ്ഡങ്ങൾ, അതൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവാം, അത് ചർച്ച ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് മറ്റൊരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ഞാൻ അവരോട് പരിചയപ്പെട്ടപ്പോൾ അവർ 30-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞാൻ ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളും എങ്ങനെയാണ് അവിടെ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അവര് +2 വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. +2 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ആ +2 വിദ്യാഭ്യാസം വരെ മാത്രം പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും വളരെ ഒരു ശക്തമായ ഒരു കാഴ്ചപ്പാടും പല രാജ്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇറാഖിന്റെ ചരിത്രത്തെ പറ്റി വളരെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുക. തുർക്കിയെ പറ്റി പറയുമ്പോൾ തുർക്കിയുടെ ചരിത്രം, ഒരുപാട് അറിവുകൾ. ഇപ്പം നമുക്ക് ന്യൂസിൽ കണ്ടിട്ട്, ഇപ്പം എനിക്ക് ചില വിഷയങ്ങളൊക്കെ ന്യൂസിൽ മാത്രം കണ്ടിട്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളും ആ നാട്ടിലെത്തി ആ നാട്ടിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴാണ് നമുക്കതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുക. അപ്പൊ ഇവര് ന്യൂസും വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവര് ആ യാത്ര ചെയ്ത് അവിടെയുള്ള ആളുകളുമായി നേരിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ച് അവിടുന്നും അവർ അറിവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഈ അറിവ് ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രകളിലൂടെയാണ്. അപ്പോൾ ഇപ്പൊ എൻ്റെ സുഹൃത്ത് സജ്ജാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: യാത്രകൾ നമ്മളെ വാചാലരാക്കും, യാത്രകൾ നമ്മളെ കഥ പറയുന്നവരാക്കും. അപ്പൊ എങ്ങനെയാണ് യാത്രകളിലൂടെ വെറും +2 വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീക്ക് ഇത്രയേറെ അറിവ് സമ്പാദിക്കാൻ പറ്റിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്. അപ്പൊ യാത്രകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അവര് സഞ്ചരിച്ച വഴികളിലൂടെ അല്ലെങ്കിൽ അതുപോലൊന്നും നമുക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ആ രീതി അവലംബിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നല്ല. പക്ഷെ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ യാത്ര ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളും ചില ഉദ്ദേശങ്ങളും ഉണ്ടാകണം. ഇപ്പോൾ വെറും എൻജോയ്മെന്റ് മാത്രം ആഗ്രഹിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ അളവ് നമുക്ക് പരമാവധി കുറയ്ക്കണം. ഇപ്പോ വെറും എൻജോയ്മെന്റിന് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മളെ ജീവിതം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, വെറും എൻജോയ്മെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വെറും എൻജോയ്മെന്റിന് വേണ്ടിയല്ല, മറിച്ച് മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടാവണം. ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് നമ്മൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് നമ്മൾ കാണുമ്പോൾ അതിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു അത്ഭുതവും അള്ളാഹിന്റെ ആ ഒരു ഇസ്സത്ത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സും അള്ളാഹിനോടുള്ള ഒരു വിധേയത്വം നമുക്ക് വരാനുണ്ട്. അപ്പൊ ഇത്രയേറെ വൈവിധ്യം. അതിപ്പോ ഞാൻ ലക്ഷദ്വീപിൽ യാത്ര ചെയ്ത് അവിടുത്തെ കടലിന്റെ ഭംഗിയും ആ കടലിന്റെ ആഴങ്ങളിലേക്ക് സ്കൂബ ഡൈവിങ് ചെയ്ത് ഞാൻ കണ്ട കാഴ്ചകളൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇത്രയേറെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഈ ലോകത്ത് തന്നെ ഉണ്ടെങ്കിൽ കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല സ്വർഗവുമായി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ എത്രത്തോളം സ്വർഗം നേടാനുള്ള ഒരു ആഗ്രഹവും ആശയും നമുക്ക് വർദ്ധിച്ചു വരേണ്ടതുണ്ട് എന്ന് നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പുതിയ അറിവ് കിട്ടും. അതൊരിക്കലും പുസ്തകവുമായി ടേബിളിന്റെ മുന്നിൽ ഇരുന്ന് പുസ്തകത്തിന്റെ മുന്നിൽ ഇരുന്ന് നേടേണ്ട അറിവ് അത് നേടുക തന്നെ ചെയ്യണം. എന്നാൽ ചില ആളുകളുടെ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ അവർ പുറലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ വെറും പുസ്തകത്തിന്റെ മുന്നിൽ മാത്രം ഇരുന്നുകൊണ്ട് അതൊക്കെ ഒരു സമയം വേസ്റ്റ് ആണ്. ആളുകളുമായി ഇടപഴകൂല, വെറും പുസ്തക പുഴുക്കളായിക്കൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ അവരെ കൊണ്ട് സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല.
നമ്മൾ പുസ്തകത്തിന്റെ മുന്നിൽ ഇരുന്ന് ആ അറിവ് നേടുന്നതോടൊപ്പം തന്നെ നമ്മൾ നന്നായി യാത്രകൾ ചെയ്യണം. യാത്രകൾ ചെയ്ത് സമൂഹത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾ, നമുക്ക് ആരും ഒരു ടാബും അല്ല, ആരുമായും നമുക്ക് സംവദിക്കാനും ആരോടും സംസാരിക്കാനും മാന്യമായ രൂപത്തിൽ സംസാരിക്കാനും അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് തന്നെ മാന്യമായി ഇടപെടാനൊക്കെ സാധിക്കണം. അതിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പല തിരിച്ചറിവുകളുണ്ട്. അത് നമുക്ക് ഞാൻ ഇന്ന ടൈപ്പ് ആളുകളോട് സംസാരിക്കൂല, ഞാൻ ഇന്ന രൂപത്തിലുള്ള ആളുകളോട് സംസാരിക്കുള്ളൂ, ഞാൻ എന്തോ വലിയ ദർജ കൂടിയ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വെറൊരു തെറ്റിദ്ധാരണയാണ്, അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സമൂഹത്തെ മനസ്സിലാക്കുക ഒരു നല്ല പ്രബോധകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സമൂഹത്തെ മനസ്സിലാക്കുക. കാരണം ഇത് പ്രബോധനം ചെയ്യുന്ന സമൂഹത്തിനോടാണ്. ആ സമൂഹത്തിന്റെ പൾസ് മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരുമായും ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടണം എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ നേടാനും അതുപോലെ അള്ളാന്റെ ഈ മുലൂക്കിയത്ത് നമുക്ക് അനുഭവപ്പെടാനും സാധിക്കും എന്നുള്ളത് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.